ഹായ് ഗൈസ്, അപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. 8ാം ക്ലാസ്സിലത്തെ 6ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാലും മനസ്സിലാവും 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വർക്കൗട്ട് ചെയ്യുക. ആൻഡ് ഈ 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഇടുന്നത് കമ്പനി ബോർഡ് LGSന് ആവശ്യമുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. കാണുക, പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 10th പ്രിലിംസിൽ നന്നായിട്ട് എഴുതാം കേട്ടോ. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിലാണ് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യ വിഭവത്തിൻ്റെയും ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്ക് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതൊരു പോയിൻ്റാണല്ലേ. ഇരുമ്പുരുക്ക് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാവസായിക വളർച്ച നിർണ്ണയിക്കുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. ഇത്തരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. പ്രാചീന കാലം, ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ പാരഗ്രാഫ് നോക്കിക്കോളൂ. പ്രാചീന കാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1907 സാഞ്ചിയിൽ ജംഷഡ്പൂർ സാഞ്ചിയിൽ ജംഷഡ്പൂർ ആണ് കേട്ടോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടെയാണ് ഇതിന് സ്റ്റാർട്ടിംഗ് ആണ്. 1907 സാഞ്ചിയിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കേട്ടോ, ടിസ്കോ പറഞ്ഞ് ആരംഭിച്ചതോടു കൂടിയാണ് ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത്. അടുത്തത് ഉണ്ടാക്കിയതാണ് 1919 പശ്ചിമ ബംഗാൾ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഉണ്ടാക്കി. 1923 കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും ഉണ്ടാക്കി. അതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പറയുന്നത്. ഓക്കെ അല്ലേ. 1907 എന്താണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്, ജംഷഡ്പൂരിൽ. 1919 പശ്ചിമ ബംഗാൾ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 1923 കർണാടകയിൽ എന്താ ഉണ്ടാക്കിയത്, മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതാണ് വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയായി നിലവിൽ വന്നു കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഭിലായിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്, സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി. അതേപോലെ ദുർഗാപൂരിന് ആരാ ഹെൽപ്പ് ചെയ്തത്, ബ്രിട്ടനുമാണ് കേട്ടോ. ഹെൽപ്പ് ചെയ്തത് ബ്രിട്ടൻ. ആലോചിച്ചാൽ മതി. ദുർഗാപൂർ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത് ഭിലായ്. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ആരൊക്കെയാണ്, സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ കേട്ടോ. പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ ഭൂപടമാണ് ചുവടെ നൽകിയിരിക്കുന്നത് കേട്ടോ. നോക്കാം എന്തൊക്കെയാണിതാ. ഭിലായ്, റായ്ഗഡ്, ചന്ദ്രപൂർ, ജംഷഡ്പൂർ, ബൊക്കാറോ, ബേൺപൂർ, ദുർഗാപൂർ, കെന്ദു ജാർഖണ്ഡ്, പാരാദീപ്, റൂർക്കേല, വിശാഖപട്ടണം, ബെല്ലാരി, സേലം. കണ്ടില്ലേ. ഓക്കെ, അടുത്തത്. തന്നിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനമാണ് ഒഡീഷ എന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായി ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നതാണ് കേട്ടോ. നോക്കാം. ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായുള്ള സ്ഥാനം, ധാതു ലഭ്യത, ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരം കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി താൾച്ചർ മേഖലയിലും കാണപ്പെടുന്നു കേട്ടോ. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരം, കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച്. എന്താണ് കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി താൾച്ചർ മേഖലയിലുമാണ് കാണപ്പെടുന്നത് കേട്ടോ. റൂർക്കേലയിലെയും കലിംഗനഗർ
നഗറിലെയും എന്താണ് റൂർക്കേലയിലെയും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ഹൈവേയും വ്യാവസായിക വികസനത്തിന് സഹായകമായി. കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങളും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിട്ടോ. ഓക്കെ അല്ലേ. റോഡ് ഗതാഗതവും ഹൈവേയും അതേപോലെ റെയിൽവേ ശൃംഖലയൊക്കെ ഇതിന് സഹായകമായപ്പോൾ എല്ലാം എന്താണ് ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് മെയിൻ പോയിന്റ്. കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിൽ എന്താണ് ഉയർന്ന നിലവാരമുള്ള ഇരുമ്പും പിന്നെ കൽക്കരി താഴ്ച മേഖലയിലുമാണ് കാണപ്പെടുന്നതെന്നാണ് കേട്ടോ മെയിൻ പോയിന്റ്. അടുത്തത് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ഭൂമിശാസ്ത്രപരമായുള്ള ഘടകങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കളാണ് ഭൂമിശാസ്ത്രപരമായുള്ള ഘടകങ്ങൾ. അല്ലാത്ത ഘടകങ്ങൾ മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെൻറ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യതയ്ക്കാണ് ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ നമുക്ക് കിട്ടും അല്ലേ. ഓക്കെ. അടുത്തത് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലുള്ള ഇതെന്ന് പറയുന്നത് ജലലഭ്യത ഉണ്ട്, പിന്നെ അതേപോലെ തുറമുഖ സാമീപ്യം, കൊൽക്കത്ത വിപണി, കൊൽക്കത്ത, മുംബൈ, അതൊക്കെയാണ് പറഞ്ഞിട്ട് ഏതൊക്കെ സ്വാധീനിച്ച ഘടകങ്ങൾ. ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങളാണ് ചോദിക്കുന്നത്. ജലലഭ്യത, തുറമുഖ സാമീപ്യം, വിപണിയൊക്കെയാണ് കേട്ടോ. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലുള്ള ഉൽപ്പാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായതോടൊപ്പം നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടയാക്കുന്നു അല്ലേ. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശീതളപാനീയ വ്യവസായം, ദൗർബല്യം രൂക്ഷമാകുന്നു. പുക നിറഞ്ഞ് ഡൽഹി, ജനജീവിതം ദുസ്സഹമാവുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന് മുംബൈ നഗരത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. വിഷലിപ്തമായ യമുന നദി വിഷമാവുന്നുണ്ട്, വിഷം ചേരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പം മലിനീകരണ പ്രശ്നങ്ങളും ഇതിൽ മെയിൻ കാരണമാകുന്നുണ്ട്. മുകളിൽ കൊടുത്ത വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചാലോ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഇവയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവയെല്ലാം ഉൽപ്പാദന വ്യവസായങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ഇവയുടെ പ്രധാന പ്രത്യാഘാതമാണ് മലിനീകരണം. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ്. നല്ലതല്ലാത്തതായിട്ടുള്ള മാറ്റമാണ് മലിനീകരണം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുകയും പ്രകൃതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. പിന്നെ വിവിധ തരം മലിനീകരണമുണ്ട്. വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം കേട്ടോ. വായു മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥേൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ഇത് പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഗുരുതരമായി ബാധിക്കുന്നു അല്ലേ. എന്തൊക്കെയാണ് ആ പുകയിലുള്ളത്? സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥേൻ കേട്ടോ. ജലമലിനീകരണം നോക്കാം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു. ഇത് ജലജീവികളെയും മനുഷ്യരെയും ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. അത് മണ്ണ് മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, വേസ്റ്റ് തുടങ്ങിയ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ശബ്ദമലിനീകരണം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ശബ്ദമലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അടുത്ത ഭരണം എന്താണ്? ലാസ്റ്റത്തെ പോയിൻ്റാണ് കേട്ടോ. വിഭവശോഷണം ഉള്ള സാധനം കേട്ടോ. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം വിഭവശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ് കേട്ടോ.
അപ്പോൾ എന്താണ് വ്യവസായശാലകൾ വിഭവങ്ങളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപഭോഗം വഴി, ശാസ്ത്രീയ അല്ലാത്തുള്ള ഉപയോഗം കാരണം എന്താണ് വിഭവ ശോഷണം, വിഭവം ഇല്ലാണ്ടായിട്ട് മാറണം, അത് വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണത്തിനൊക്കെ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രാദേശിക അസമത്വം നോക്കാം. പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. എന്താ പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യവസായ വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു പ്രദേശത്ത് മാത്രം നന്നാവുകയും മറ്റൊരു സ്ഥലത്ത് ഇല്ലാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ്, പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും മാറ്റം ഉണ്ടാക്കും അല്ലേ. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് ഇടയാക്കുന്നുണ്ട് അല്ലേ. വ്യാവസായികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് അത് പ്രയാസത്തോടെ തൊഴിലില്ലായ്മയൊക്കെ വരും. കുടിയേറ്റം, ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം എന്ന് പറയുന്നത് കേട്ടോ. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു. ഇതിൻ്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് എന്തായിരിക്കും, അവിടെ ജനസാന്ദ്രത കൂടും, മറ്റൊരിടത്ത് കുറയുകയാണ് ചെയ്യുക അല്ലേ. അടുത്ത നഗരവൽക്കരണം, ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗര വലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്, ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗര വലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത് അല്ലേ. ആൾക്കാരൊക്കെ കൂടാം. അടുത്തത്, ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക്, അപ്പോൾ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങളൊക്കെ അപ്പോൾ അവിടെ ഉണ്ടാവും അല്ലേ. അടുത്തത്, വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിഭവ ശോഷണം എന്ന് തിരിച്ചറിഞ്ഞല്ലോ. ശാസ്ത്രീയമായ വിഭവ വിനിയോഗത്തിലൂടെ വിഭവ സംരക്ഷണം സാധ്യമായേക്കാം. എന്താണ്, റീയൂസ് റീസൈക്കിൾ റെഡ്യൂസ് കേട്ടോ. റെഡ്യൂസ്. വിഭവ സംരക്ഷണം, വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പാക്കുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക. എവിടെയാണ് വിഭവ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ? പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ എന്തെല്ലാമാണ്? വിഭവങ്ങളുടെ പുനരുപയോഗം, ജലസംരക്ഷണം, വനസംരക്ഷണം, ഊർജ്ജ സംരക്ഷണം എന്നിവയൊക്കെയാണ് കേട്ടോ. വിഭവ സംരക്ഷണ മാർഗങ്ങൾ. വിഭവ സംരക്ഷണം എന്ന ആശയം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടയുന്നതിനും ഭാവി തലമുറയ്ക്ക് വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. നിലവിൽ വിഭവ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയമാണ് സുസ്ഥിര വികസനം കേട്ടോ. എന്താണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത് എന്താണ്? ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധം നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിക്കാം. വിഭവങ്ങൾ പുനഃചക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസനങ്ങളുടെ ലക്ഷ്യം കേട്ടോ. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്ലാസ് കേൾക്കാൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. ഓക്കെ, പാട്ട് വേണം കാണുക. ഇതൊക്കെ പ്ലേലിസ്റ്റിലുണ്ടാവും കേട്ടോ. അത് കണ്ടുകൊണ്ടേ ഇരിക്കുക, പഠിക്കുക, നന്നായി പഠിക്കുക. പിന്നെ എല്ലാവർക്കും ഇതുവരെ കണ്ടതിന് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ ക്ലാസ്സിനെ കുറിച്ചിട്ട്. ഓക്കെ.